സത്യത്തിൽ കോൺഗ്രസ്സുകാർ കുറേ മുണ്ട് വാങ്ങിച്ചുകൊണ്ട് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇടയ്ക്കിടയ്ക്ക് തലയിൽ ഇടേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വൈകുന്നേരം പാലക്കാട് വന്നിറങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക്, നമ്മളൊക്കെ വിചാരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് വരുന്ന ആ കാഴ്ച എങ്ങനെയാണ് സി പി എമ്മുകാരും ബി ജെ പിക്കാരൊക്കെ കൂകി വിളിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ ഒറ്റയ്ക്ക് വന്ന് വോട്ട് ചെയ്യും എന്നുള്ളതായിരുന്നു നമ്മൾ ഇന്നലെ ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ബൊക്കെ കിട്ടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചു കൊണ്ടുവരികയാണ്. കൂടെ ആരാ? കൂടെ കെ എസ് യുവിൻ്റെ ആ ജില്ലയിലെ സെക്രട്ടറി ഒരു ഇക്ബാലാണ് കൂടെ നിൽക്കുന്നത്. ദോഷം പറയുന്നതല്ലോ, ആ ബൂത്തിലെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ആ വാർഡിലെ സ്ഥാനാർത്ഥി അതായത് കുന്നത്തുമേട് നോർത്തിലെ സ്ഥാനാർത്ഥി പ്രശോഭും കൂടെയുണ്ട്. എന്തു വേണം ആനന്ദ് ലബ്ധിക്ക്? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന 2 ബലാത്സംഗ കേസുകളിലെ പ്രതി, പാർട്ടി പുറത്താക്കിയ പ്രതി, ആ പ്രതിക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്നത് അങ്ങ് മോളിൽ KPCC പ്രസിഡന്റ് മുതൽ ഇങ്ങ് താഴെ ഏറ്റവും താഴത്തെ വാർഡിലെ സ്ഥാനാർത്ഥിയും ആ ജില്ലയിലെ KSUവിൻ്റെ ജില്ലാ സെക്രട്ടറിയും ആണ്. എന്ത് സ്ഥാനാർത്ഥി വോട്ടറെ വിളിച്ചുകൊണ്ട് വന്ന് വോട്ട് ചെയ്യാനായിട്ട് കൊണ്ടിരുന്നതിൽ തെറ്റുണ്ടോ? എല്ലാ വോട്ടർമാരെയും നമ്മളിങ്ങനെ ആനയിച്ച് കൊണ്ടുവന്ന് ബൂത്ത് വരെ കൊണ്ടുവന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? സ്ഥാനാർത്ഥി മാത്രമാണോ? സ്വന്തം ആളെ. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ, അത് യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകളുണ്ടായിരുന്നു, ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നു, പ്രാദേശിക നേതാക്കളുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ കേൾക്കുന്നു മാത്തൂരിൽ, അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്തൂർ പോകുമ്പോൾ അവിടെ സ്വീകരണവും കൊടുത്തു അത്രേ. ഇങ്ങനെ തന്നെ വേണം കോൺഗ്രസ്സിന്. എങ്ങനെയെങ്കിലും ഒരു കാര്യത്തിൽ, ഒരു പ്രശ്നത്തിൽ വ്യക്തമായൊരു നിലപാട് എടുത്ത് അവിടുന്ന് മാറാൻ ശ്രമിക്കുമ്പോൾ കാലെ പിടിച്ച് താഴിടുക എന്നുള്ളതാണ്.